എക്സാം കഴിഞ്ഞ ദിവസമായിരുന്നു അല്ലേ, നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. എനിക്കറിയാം അതിൻ്റെ ഒരു റേഞ്ച് എന്താണെന്നുള്ളൊരു ആകാംക്ഷയിലായിരിക്കുന്നുണ്ടാവുക. എത്രയാണ് കട്ട് ഓഫ്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഏകദേശം കുഴപ്പമില്ലാത്ത ഒരു എക്സാം ആയിരുന്നു. ഒത്തിരി ടഫ് ആണെന്ന് പറയാൻ പറ്റില്ല. നോർമലി ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞിരുന്നു ഇതൊരു PG ലെവൽ എക്സാം ആണ്. സോ നല്ലോണം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് ഇതെല്ലാം എക്സ്പെക്ട് ചെയ്ത് തന്നെ വേണം നിങ്ങൾ പോകാനായിട്ട്. മോഡൽ എക്സാം ഒക്കെ ചെയ്തതൊക്കെ ഞാൻ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെയാണ് അവർക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നത്. ആ ഒരു ഈസിനെസ് എക്സ്പെക്ട് ചെയ്ത് അങ്ങോട്ട് ഓടിപ്പോയിട്ട് കഴിഞ്ഞിട്ട് വരാനുള്ള അവസരം ഉണ്ടാവരുത്. സോ അതിന് പ്രിപ്പയർഡ് ആവാൻ തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അങ്ങനത്തെ ഒരു എക്സാം ആയിരുന്നില്ല. ഒരു PG ലെവൽ ആയിരുന്നെങ്കിൽ പോലും വളരെ നല്ല ഈസി ആയിട്ടുള്ള ഒരു എക്സാം പേപ്പറാണ് ഉണ്ടായിരുന്നത്. പ്രോബ്ലംസ് അധികം ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യേണ്ട രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. നോർമലി നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ നല്ലോണം പ്രോബ്ലംസ് വരാറുള്ളതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഹെവി രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും അധികം വന്നിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഓർഗാനിക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഐഡന്റിഫൈ ദ പ്രോഡക്റ്റും റിയാക്ഷൻ, പിന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കുറച്ച് തന്ന് അത് കാറ്റലിസ്റ്റ് ചെയ്താന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ അതൊന്നും അധികം ബുദ്ധിമുട്ട് ഉണ്ടായില്ല എന്നാണ് എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞു കേട്ടത് കേട്ടോ. അപ്പം നമ്മൾ വല്ലാതെ കുഴപ്പിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമുക്ക് അത്യാവശ്യം ഈസി എന്ന് തന്നെ പറയാവുന്ന പേപ്പർ ആയിരുന്നു. എന്നിരുന്നാലും കുറെ പേർക്ക് നല്ല ഭംഗിയായിട്ട് പഠിക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. വളരെ കുറച്ച് പേര് മാത്രമേ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് എനിക്ക് തന്നിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പം ഈ ഒരു ബാച്ചിന് മെറ്റീരിയൽ കംപ്ലീറ്റ് ആയി പഠിച്ചു പോയത് വളരെ കുറവാണ്. കാരണം ഫിംഗർ പ്രിന്റ് സെർച്ചറിൽ ഫിസിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, സയന്റിഫിക് ഓഫീസർ CL, ബയോ കെമിസ്ട്രി ഉൾപ്പെടെ ഫോറൻസിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറ്റ് എ ടൈമിൽ വന്നു. ഡിസംബർ ജനുവരി ഈ 2 മാസമായിട്ട് 3 എക്സാമുകളാണ് കെമിസ്ട്രിക്കാർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. അതും വെറും കെമിസ്ട്രി മാത്രമല്ല, മറ്റ് സബ്ജക്റ്റും കയറി വന്നതുകൊണ്ട് നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ ഒന്നും ഒരു പക്ഷേ സാധിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും നല്ല രീതിയിൽ പഠിച്ച സ്റ്റുഡൻസിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ഇതൊരു ഈസി ലെവൽ തന്നെയാണ്. മാത്രമല്ല ഓൺലൈൻ എക്സാം കൂടിയായിരുന്നു. സോ നമുക്ക് ആൻസർ തെറ്റിയാലും രണ്ടാമത് പോയി അതിനെ മാറ്റി കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ട്. ബബിൾ ചെയ്യുമ്പോൾ പിന്നെ തെറ്റിയ തന്നെ അല്ലെ, ഇൻവാലിഡ് ആവും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും ഇവിടെ വന്നില്ല. ഓൺലൈനാണ് ഒരു പക്ഷേ നല്ലത് കേട്ടോ. സ്റ്റുഡൻസിന്റെ നമ്പർ കുറയുമ്പോഴാണ് അവർ ഓൺലൈൻ എക്സാം വെക്കുന്നത്. പക്ഷെ ചിലർക്കൊക്കെ നല്ല ദൂരത്ത് കിട്ടിയിട്ട് ഇത് അറ്റൻഡ് ചെയ്യാനും സാധിച്ചിട്ടില്ല. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പറയുണ്ടായി, കോട്ടയത്താണ് കിട്ടിയത്, എനിക്ക് ഒരു രക്ഷയില്ല, പോകാൻ സാധിക്കില്ല, ഞാനത് അറ്റൻഡ് ചെയ്യേണ്ടെന്നാണ് വെക്കുന്നത്. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കിയാൽ ഏകദേശം ഒരു കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഹലോ മിസ്സേ, കഴിഞ്ഞു പരീക്ഷ. ഓൺലൈൻ എക്സാം ആയിരുന്നു. കുഴപ്പമില്ല മിസ് പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. മിനിമം ഓൺലൈൻ ആയതുകൊണ്ട് അറിയില്ല, കാൽക്കുലേറ്റർ പോലും ആവശ്യമില്ലാത്ത പ്രോബ്ലംസ് ഒക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ കാൽക്കുലേറ്ററിന്റെ യൂസ് ഉള്ളതൊന്നുമില്ല, നമുക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞു. കുഴപ്പമില്ല, എക്സാം കുഴപ്പമില്ല. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരും. താങ്ക് യു.